പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഈ രാഷ്ട്രത്തെ പറ്റിയാണ് സംസാരം. ഈ രാഷ്ട്രത്തിലെ ജനങ്ങളെ പറ്റിയാണ് സംസാരം. ഈ രാഷ്ട്രത്തിന്റെ ആത്മാവ് സനാതന ധർമ്മം തന്നെയാണ് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാ. നമ്മുടെ ഭഗിനി നിവേദിത പറഞ്ഞിട്ടുണ്ട്. ആരാണ് പറയാത്തത്? മഹർഷി അരവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. ബാലഗംഗാധര തിലകൻ പറഞ്ഞിട്ടുണ്ട്. ഗാന്ധി എന്തിനാ രാമരാജ്യം നടപ്പാക്കണമെന്ന് പറഞ്ഞത്? താലിബാനിസം നടപ്പാക്കണമെന്ന് പറയാതിരുന്നത്? നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? സർ, യഥാർത്ഥത്തിലുള്ള സത്യം പറഞ്ഞ സാർ വിശ്വസിക്കില്ല. സാറെന്നല്ല ആരും വിശ്വസിക്കില്ല. താൻ പറഞ്ഞു നോക്ക്, വിശ്വസിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അപ്പൊ ഈ രാഷ്ട്രത്തിന്റെ ആത്മാവ് ഇത് തന്നെയാണെന്നേ. ഇതിനകത്ത് എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ്. അതിനെയാണ് ഞങ്ങൾ സർവസ്പർശി എന്ന് പറയുന്നത്. സർവസ്പർശിയാണ് ഈ ദർശനം. അല്ലാതെ ഇവിടെ നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം നിങ്ങളുടെ പ്രത്യയ ശാസ്ത്രം. പക്ഷേ അക്കാദമിക് രംഗത്തെ നയിക്കുന്ന ആളുകൾ ഇത് കേട്ടിരിക്കണം എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണെന്നുള്ളതാണ് ചോദ്യം. രാഷ്ട്രത്തിൽ RSSുമായി ബന്ധപ്പെടുന്ന ഈ 4-3 ഈ രാഷ്ട്രത്തിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാമെന്ന് RSSനെ ബന്ധപ്പെടുത്തുന്ന ഒരു സെന്റൻസ് പറയൂ. താങ്കൾ ഒരു ചെറുപ്പക്കാരനല്ലേ? നീതിന്യായ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാലും ഈ രാജ്യത്തിന്റെ മനസാക്ഷിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടില്ല. ചെറിയച്ഛൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറക്കും. എന്റെ അച്ഛൻ കാറ് മറിഞ്ഞ് മരിച്ചതൊന്നുമല്ല, ഈ മല്ലഞ്ചരക്കാർ കൊന്നതാ. ധൈര്യം ഉണ്ടെങ്കിൽ കേൾക്കൂ, ഞാനിത് വായിക്കട്ടെ. പേടിയുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. പേടിയുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. ശ്രീ സഞ്ജീവ് പറയൂ. സംഗതിയുടെ ഫോർമാറ്റ് ഇത്തിരി കടുപ്പത്തിലാണ്. ഈ ക്രൈം റിപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണ്, ഗാന്ധിജിയുടെ കൊലപാതകത്തെ കുറിച്ച്. അവിടെ പറയുന്നത് സവർക്കറും ഗോഡ്സെയും നാരായണ ആപ്തയും 40 മിനിറ്റ് ഡൽഹിയിലേക്ക് ഇദ്ദേഹത്തെ കൊലപ്പെടുത്താൻ പോകുന്നതിന് തലേ ദിവസം ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പ് 40 മിനിറ്റ് സന്ദർശിച്ച് അവർ ഒരുമിച്ചിരുന്ന് ഗൂഢാലോചന നടത്തിയാണ് ഈ കൊലപാതകം നടത്തുന്നത് എന്നതിനെ കുറിച്ച് തെളിവുണ്ട് കേട്ടോ, തെളിവുണ്ട്. എന്നെ തമ്പ്രാനെന്ന് വിളിച്ചിരുന്ന വിവരം കെട്ട കുറുമ്പന്മാര് ഇനി എന്നെ മൈൻഡ് ചെയ്യും. പല ഈ പറഞ്ഞ സവർക്കർ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത് തന്നെ അദ്ദേഹം മരണപ്പെട്ടത് കൊണ്ടാണ്. അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട കേട്ടോ, അത് കൂടുതലൊന്നും പറയണ്ട, അതെല്ലാവർക്കും അറിയാം. അതാണ് പ്രശ്നം. എന്റെ ദൈവമേ, ഇവന്മാരിത് എന്ത് ഭാവിച്ച രഹസ്യ സംഘടനയാണ് RSS. അതുകൊണ്ടാണ് നിങ്ങൾ മെമ്പർഷിപ്പ് വെക്കാത്തത്. അതുകൊണ്ടാണ് നിങ്ങൾ ഭരണഘടന എഴുതാത്തത്. കൂടെ കൂട്ടിയിട്ട് പുറയുന്നു കുത്താനല്ല നീ പഠിച്ചേ. നിങ്ങൾ എന്താ ഭരണഘടന എഴുതാത്തത്? നിങ്ങളോട് ഭരണഘടന രഹസ്യമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ്. നിങ്ങൾ ഈ അങ്കമാലി കിടന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുവരെ പോലീസ് കേസ് ഉണ്ടാ? അതുകൊണ്ട് അങ്ങ് RSS ആണോ? അങ്ങ് RSS ആണോ? ദൈവമേ, ഇനി ഇതിന്റെ പേരിൽ അടുത്ത കേസ്. അങ്ങ് RSS ആണോ? എന്റെ ചോദ്യം വളരെ ക്ലിയർ ആണ്. അങ്ങ് RSS ആണോ? അങ്ങ് RSS ആണോ? കാര്യത്തിൽ ലോകത്താരെയും എനിക്ക് പേടിയില്ല. പേടിച്ചിട്ട് കാര്യമില്ല. അതാണ് ഈ കോൺഫിഡൻസ്. എന്റെ ചോദ്യം ക്ലിയർ ആണ്. ഉത്തരവുണ്ടോ? RSS ആണോ? RSS ആണോ? ധൈര്യം ഉണ്ടെങ്കിൽ പറയൂ. നിങ്ങൾ RSSനെ കുറിച്ച് ക്ലാസ് എടുത്തല്ലോ. അങ്ങ് RSS ആണോ? മുഖത്ത് ഞെട്ടലാണെങ്കിലും ഉള്ളില് നല്ല സന്തോഷം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അത് കാണിച്ചോ? താങ്കൾ പഠിച്ചിട്ട് വരൂ. RSSന് ഭരണഘടന ഉണ്ടല്ലോ. RSSനുണ്ടോ? എന്നാൽ അത് പബ്ലിഷ് ചെയ്യൂ. അല്ലെങ്കിൽ വേണ്ട. See for yourself. കാരണം നിങ്ങളൊരു സംഘപരിവാറുകാരനാണ്, RSSകാരനാണ്. കാരണം എന്താ, മര്യാദയും ജനാധിപത്യവും ഒന്നും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിഷയമേ അല്ല. രാജ്യത്തിന്റെ ഭരണഘടന നിങ്ങൾക്കൊരു വിഷയമേ അല്ല. സത്യം പറയുള്ളൂ. കാരണം എന്താ, ഈ സർക്കാർ സ്വാഭാവികമായിട്ടും സർക്കാർ തെരഞ്ഞെടുപ്പ് നടന്ന് അതിൽ നിന്ന് ജനപ്രതിനിധികളുണ്ടായി, അതിന്റെ ഭാഗമായി മന്ത്രി ഉണ്ടായി, അതിനൊരു വകുപ്പുണ്ടായി, അവർ നടത്തുന്ന നയപരിപാടിയുടെ ഭാഗമായി അവർ കൊണ്ടുവരുന്ന തീരുമാനങ്ങളും അവർ നിശ്ചയിക്കുന്ന ആളുകളും ഒക്കെയാണ് എല്ലാ കാലഘട്ടത്തിലും ഇവിടെ VC-മാരായിട്ടുള്ളത്. എപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ഭിന്നമായിട്ട് ഒരു അഭിപ്രായം ഉണ്ടായത്? RSSന്റെ ഗ്രാൻഡ് ഡിസൈൻ ഇന്ത്യയിൽ നടപ്പിലാക്കണം. എന്താണ് ആ ഗ്രാൻഡ് ഡിസൈൻ? ആ ഗ്രാൻഡ് ഡിസൈൻ ഇന്ത്യയിലെ സർവകലാശാലകളിൽ RSS മൂല്യങ്ങളും RSSന്റെ ഹിന്ദുത്വ ബോധവും മറ്റൊരു മനുഷ്യനെ വെറുക്കാനുള്ള ഹിന്ദുത്വ ബോധവും പറഞ്ഞു പഠിപ്പിക്കണം. നിങ്ങളുടെ വിചാരധാരയിൽ പറഞ്ഞതുപോലെ ബഞ്ച് ഓഫ് തോട്ട്സ് അതൊക്കെ തള്ളിക്കളയുന്നുണ്ടോ? അങ്ങ് ഇവിടെ പറഞ്ഞല്ലോ എന്താണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പ്രശ്നമെന്ന്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നിങ്ങൾ ആഭ്യന്തര ശത്രു എന്നാ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകളെ ആഭ്യന്തര ശത്രു എന്നാ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്രൈസ്തവരെ ആഭ്യന്തര ശത്രു എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വ്യത്യസ്ത അഭിപ്രായം ഉണ്ടോ? അത് തള്ളുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോ അതൊക്കെ എവിടെയെങ്കിലും വന്നിട്ട് ഞങ്ങളെ പട്ടിയെ പേപ്പട്ടിയാക്കി അതിനെ തല്ലിക്കൊന്ന് അതിനെ ഏതെങ്കിലും വിധത്തിൽ ഈ രാജ്യത്ത് നടപ്പിലാക്കി എടുക്കാം, ഈ രാജ്യത്ത് നിങ്ങളുടെ ഉദ്ദേശം നടപ്പിലാക്കി എടുക്കാം. എന്റെ തടി ചീത്തയായാലും
നീ നല്ല പേരെടുത്തല്ല എന്നുള്ള നിങ്ങളുടെ ഒരു ഗൂഢ പദ്ധതിയുടെ ഭാഗമായി നിങ്ങൾ നടത്തുന്ന ഇത്തരം ശ്രമങ്ങളെ ജനങ്ങൾ കാണാതിരിക്കില്ല. ജനങ്ങൾ കാണുന്നുണ്ട്. ചന്ദ്രൻ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ? ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ, അതില് പ്രതി ചേർക്കപ്പെട്ട, അതിന്റെ എല്ലാ ഗൂഢാലോചനയുടെയും ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംഘമാണ് നിങ്ങൾ. അതിന്റെ ഭാഗമായി നിരോധിക്കപ്പെട്ടവരാണ് നിങ്ങൾ. എനിക്കിത് കിട്ടണം. നിന്റെ ഇച്ചിച്ച് വരെ കോരിയവനാണ് ഇന്ത്യയുടെ രൂപീകരണത്തിലോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലോ നിങ്ങൾക്ക് പങ്കില്ല. ആ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള ഒരു ബോധ്യത്തെ ഉയർത്തിപ്പിടിച്ച് കഴിഞ്ഞ 100 വർഷം നിങ്ങൾ പ്രവർത്തിച്ചു. ആ 100 വർഷത്തിൽ നിങ്ങളുടെ മേന്മ എന്താ? ബീഫ് തിന്നുന്ന നമ്മുടെ കേരളത്തിലെ മലയാളിയെ തല്ലിക്കൊല്ലാൻ ആരെങ്കിലും വേണ്ടേ? അതിനും BJP വേണം. ക്രിസ്ത്യൻ പള്ളികളൊക്കെ അടിച്ചു തകർക്കാനോ BJP വേണം. മുസ്ലിം പള്ളികൾ പൊളിച്ചു കളയാനോ അതിനും BJP വേണം. മനുഷ്യനെ മതം പറഞ്ഞ് തിരിക്കാനോ അതിനും കേരളത്തിൽ BJP തന്നെ വേണം. ദളിതായിട്ടുള്ള ജനങ്ങളെ അടിമകളാക്കി കാണാൻ നമ്മുടെ നാട്ടിൽ BJP വേണം. JCB കൊണ്ട് വീട് പൊളിക്കാൻ BJP തന്നെ വേണം. ഇതിൽ കൂടുതൽ പ്രൊമോഷൻ താങ്ങാനുള്ള വിദ്യാഭ്യാസം എനിക്കില്ല. പിന്നെ രാജ്യത്ത് കലാപം സംഘടിപ്പിച്ചു. രാജ്യത്ത് ഒരുപാട് മനുഷ്യരെ കൊലപ്പെടുത്തി. ഗുജറാത്തിലും ഈ ഡൽഹിയിലും ഇന്ത്യയിലെമ്പാടും ഈ കേരളത്തിൽ തലശ്ശേരിയിലും മാറാട്ടിലും ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങളിൽ നിങ്ങൾ കലാപം സംഘടിപ്പിച്ചു. വെറുതെ വഴിയെ പോയ വയ്യാവേലിയില്ല പിടിച്ചു വെച്ച് സ്റ്റേഷനിൽ കയറി ആകെ നാണക്കേടായി. ഈ പറഞ്ഞ ബാബരി മസ്ജിദിന്റെ മിനാരങ്ങൾ തച്ചു തകർത്ത പകലുകളിൽ ഇന്ത്യയിലെമ്പാടും മനുഷ്യരെ കൊന്നൊടുക്കി. ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ അധികാരത്തിൽ വന്നത്? അല്ലാതെ നിങ്ങൾ വേറെന്താ ചെയ്തിട്ടുള്ളത്? നിങ്ങൾ മനുഷ്യനോ മൃഗം? സാർ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ജനകീയ സമരം എന്താണ്? ജനകീയ ഇടപെടൽ എന്താണ്? ഇതൊന്നുമില്ലാത്ത നിങ്ങൾക്ക് അവകാശപ്പെടാനുള്ളത് ഈ പറഞ്ഞ കലാപങ്ങളും തീവെപ്പുകളും ആളുകളെ കൊലപ്പെടുത്തിയും ചരിത്രമാണ്. ആ ആളുകളല്ലേ നിങ്ങളുടെ നേതാക്കന്മാർ. ഈ ഗുജറാത്തിലും ഉത്തർപ്രദേശിലും ഒക്കെ ഇന്ന് ഇരിക്കുന്ന പലരെയും നിങ്ങൾ ജയിലിൽ നിന്ന് പുറത്തിറക്കി. ആ പുറത്തിറക്കി നിങ്ങൾ വെറുതെ വിട്ടല്ലോ. എന്തൊക്കെ കേസുകളിലാണ്? സ്വാതന്ത്ര്യ സമരത്തിലോ ഏതെങ്കിലും സമരത്തിലോ പങ്കെടുത്തതിന്റെ ഭാഗമായല്ലോ. കലാപത്തിൽ സ്ത്രീകളെയും ഗർഭിണികളെയും ഒക്കെ കൊന്നതിന്റെ കേസിലല്ലേ. പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ നിങ്ങളിപ്പോ പറയുന്നതാ ഇതിനെന്താ സർക്കാരിന് റോൾ? അത് കേട്ടിട്ട് കേരളത്തിന് മിണ്ടാതിരിക്കാൻ കഴിയില്ല. സർക്കാരിനാണ് റോൾ. കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനാണ് റോൾ. ആ സർക്കാരിന്റെ റോളിനെ അടിച്ചു മാറ്റുന്ന പ്രവർത്തനം നിങ്ങൾ നടത്തുന്നു. അതും വാങ്ങി വീട്ടിൽ പോയി കഞ്ഞിയും കുടിച്ചുറങ്ങുന്നത് ശീലമില്ലാത്തൊരു കാര്യം. അതിനെ മറികടക്കുന്നു നിങ്ങൾ. അത് ശരിയല്ല. അത് കൃത്യമായി ചോദ്യം ചെയ്യാൻ ഇവർ തയ്യാറായില്ല. മുഖ്യമന്ത്രിയും ഈ പറഞ്ഞ മന്ത്രിയും ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് ഇവരോട് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറയരുത് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. BJPയുടെ പ്രതിനിധി സന്ദീപ് വചസ്പതിയോട് ഒരു കാര്യം പറയുന്നത്, RSS ഒരു രാഷ്ട്രീയ സംഘടനയല്ല എന്ന് താങ്കൾ പറഞ്ഞു. ശരിയാണ്, RSS ഒരു രാഷ്ട്രീയ സംഘടനയാണ്. എന്തെങ്കിലും അന്തസ്സേട്ട പെരുമാറ്റം എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഗൂഢ സംഘടനയാണ്. അതിനെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് 100 വർഷത്തെ പ്രവർത്തനങ്ങളും നിങ്ങളുടെ പ്രത്യയശാസ്ത്ര പ്രചരണങ്ങളും വെച്ചുകൊണ്ട് പറഞ്ഞാൽ ഒരു തീവ്രവാദ സംഘടന എന്ന് തന്നെ പറയണം. ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായത് നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. പിന്നെ ഞങ്ങൾ SDPIയെയും ജമാഅത്തെ ഇസ്ലാമിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേരളത്തിലെ മനുഷ്യർ മുഴുവൻ SDPIയും ജമാഅത്തെ ഇസ്ലാമിയാണോ? ഞങ്ങൾ 102 സീറ്റോട് കൂടിയാണ് UDF അധികാരത്തിൽ വരുന്നത്. അല്ലെങ്കിൽ തന്നെ മുഹമ്മദിന്റെ സ്കോർ ബോർഡിൽ കുറിപ്പിന്റെ കൂടെ ഉയർന്നു നിൽക്കുക. ഞങ്ങൾക്ക് 18 MPമാരുണ്ട്, ആയിരക്കണക്കിന് ജനപ്രതിനിധികൾ ലോക്കൽ ബോഡിയിലുണ്ട്. ഇതൊക്കെ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് കൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിക്കാരും SDPIക്കാരുമായിരിക്കണം. നീ ശരിക്കും മണ്ടനോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാം? ശരിക്കും മണ്ടനാണ്. അമ്പലത്തിൽ പോകുന്നവനും കത്തോലിക്ക പള്ളിയിൽ പോകുന്നവനും ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ, പെന്തക്കോസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഈ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യർ, ആദിവാസികളും ദളിതരും ഒക്കെ SDPIയും ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിൽ ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ UDFന് ജയിക്കാൻ പറ്റുള്ളൂ. പറഞ്ഞിട്ട് എന്താ കാര്യം? എന്ത് ചെയ്താലും നന്നാവില്ലെന്ന് പറഞ്ഞ് ഈ ലോകത്ത് കുറെ എണ്ണം അവതരിച്ചിട്ടുണ്ട്. അതൊരു ബാലിശമായിട്ടുള്ള വാദമാണ്. നിങ്ങൾക്ക് പറയാനുള്ള രാഷ്ട്രീയം നിങ്ങൾ പറയാം. അതിനെതിരായിട്ട് ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ മനസ്സിലായിട്ട് മറച്ചു വെച്ചുകൊണ്ടാണോ എന്ന് അറിയില്ല. നിങ്ങൾ എല്ലാത്തിനെയും കൊണ്ടുപോയി കെട്ടുന്നത് ജമാഅത്തെ ഇസ്ലാമിയിലും SDPIയിലും കെട്ടേണ്ട സാധനങ്ങളിൽ മാത്രം കെട്ടിയാൽ പോരെ. ഈ ജമാഅത്തെ ഇസ്ലാമി SDPI ഇത്ര മോശപ്പെട്ട സംഘടനയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റി എന്താണെന്ന് കൂടി നിങ്ങൾ പറയണം. മഹാത്മാഗാന്ധി നിങ്ങളുടെ ശാഖയിൽ വന്നിട്ടുണ്ട്, പ്രണബ് കുമാർ മുഖർജി വന്നിട്ടുണ്ട്, നെഹ്റു വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് പോലെ കൊള്ളാവുന്ന ആളുകൾ എപ്പോഴെങ്കിലും നിങ്ങളായിട്ട് എങ്ങാനും മിണ്ടുകയോ സംസാരിക്കുകയോ ചെയ്ത് അപ്പോൾ അവരെ നിങ്ങൾ അങ്ങ് എടുക്കും. കൊള്ളാവുന്ന ആളുകൾ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് ഗാന്ധിയും നെഹ്റുവിനെയും പട്ടേലിനെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ലെജിറ്റിമസി കൊണ്ടുവരാൻ നോക്കുന്നത്. പ്രഷറിന്റെ ഗുളിക 10 എണ്ണം വെച്ചാ ഞാനിപ്പോ കഴിക്കണത്. അതിന്റെ എണ്ണ ഇനി കൂട്ടരുത്. നമ്മൾ പിന്നെ വരാം.